ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ മണ്ണൂത്തി പ്ലാന്റ്സ് വേൾഡ് എന്ന് പറഞ്ഞ നഴ്സറിയിലാണ്. സോബിൻ പാലക്കുടിയുടെ നഴ്സറിയിലാണ് നിൽക്കുന്നത്. അപ്പം സോബിന് ഈ പ്ലാന്റ്സ് വേൾഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞേക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ, എത്ര ഏക്കറിലാണ്, എന്നാ കൃഷികളാണ്, ഏതൊക്കെ മരങ്ങളാണ്, ചെടികളാണ് ഉള്ളത്? ഇതിപ്പോ നമുക്കൊരു 15 ഏക്കർ സ്ഥലത്ത് നഴ്സറി ഇവിടെ ഉണ്ട്. ഇതിപ്പോ നമുക്ക് ഇതൊരു 7 ഏക്കർ. പിന്നെ നമുക്ക് വടക്കാഞ്ചേരിയിലുണ്ട്. ഇവിടെ തന്നെ നമുക്കൊരു പിന്നെ മണ്ണൂത്തി ജംഗ്ഷനിൽ തന്നെ 2 നഴ്സറി ഉണ്ട്. പിന്നെ ഇവിടെ വെള്ളാനിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നഴ്സറി ഉണ്ട്. എല്ലാം ഇവിടെ 2-3 കിലോമീറ്റർ ചുറ്റളവില്. അപ്പൊ ഇവിടെ ഈ സ്ഥലത്തിന്റെ പേര് കോട്ടപ്പാടം റോഡ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ശരിക്കും ഇവിടെ നടക്കുന്നത്. നമുക്ക് മെയിൻ പ്രൊഡക്ഷനാണ് നടക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ചെടിയെല്ലാം പ്രൊഡക്ഷൻ ആക്കി സെറ്റ് ചെയ്ത് നമ്മുടെ ഔട്ട്ലെറ്റ് കൊണ്ടുവച്ച് സെയിലാണ്. പിന്നെ മെയിനായിട്ട് നല്ല ഹോൾസെയിൽ കസ്റ്റമറൊക്കെ വലിയ ധാരാളം സ്ഥലം എടുക്കാൻ വരുമ്പോൾ കൂടുതലൊക്കെ എടുക്കാൻ വരുമ്പോൾ അവർ നേരെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ലോഡായിട്ട് കയറ്റിക്കൊണ്ടു പോകും. ഇപ്പൊ അവിടെ ഒരു വണ്ടി ഇപ്പൊ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വലിയ വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ട് മാവ് പുതിയ ഐറ്റം മാവൊക്കെയാണോ? ഇത് ഇപ്പം കോട്ടർകോണം എന്ന് പറഞ്ഞ മാവാ. ഇതൊരു നല്ല മാവാ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് തിരുവനന്തപുരം വെറൈറ്റിയാണ്. തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ വെറൈറ്റിയാണ്. അപ്പൊ ഇത് നമുക്ക് ഈ പിന്നെ കേട് വരത്തില്ല. മാങ്ങ പറിച്ചു വെച്ച് പിന്നെ നമുക്ക് കേടാതെ ഇരുത്തി പഴിപ്പിച്ചെടുക്കാം. നല്ല നാറുള്ള മാങ്ങയാ, കംപ്ലൈന്റുകളൊന്നും വരത്തില്ല. ഇത് നമ്മുടെ അരക്കാക്കരം എന്ന് പറയുന്ന പേര്. ഇതിന് ഈ അരക്കാക്കരം എന്ന് പറഞ്ഞ പേര് നല്ല സൂപ്പറായിട്ട് കായ്ക്കുന്നത്. അതുപോലെ നല്ല സ്മെല്ലുമാണ് പേരക്കായ്ക്ക്. പിന്നെ ഇത് എന്ന് പറയുമ്പം ഒരു വിയന്നാർ എന്ന് പറയുന്ന പേരാണിത്. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പേരാണ്. പിന്നെ അങ്ങനെ ഇതൊക്കെ പിന്നെ ഓർണമെന്റ് പ്ലാന്റുകളാണ്. ഇത് യൂജീനിയ എന്നാണ് ഇതിന്റെ പേര്. പിന്നെ അത് ഇങ്ങനെ ചെത്തി അങ്ങനെയുള്ള ഐറ്റങ്ങൾ. ഇതിങ്ങനെ കുറെ ഏരിയ ഉണ്ട്. ഇതിങ്ങനെ ഏരിയ കുറെ ഉണ്ട് നമുക്ക്. ആൾക്കാരൊക്കെ നിൽക്കുന്നതോ? അതൊക്കെ പണിക്കാർ ഓരോ പണികൾ ചെയ്യുന്ന. പിന്നെ അത് ആൾക്ക് കലാപ്പാടി മാവ് മാവ് അപ്പൊ അതൊന്നും സെയിലിനായിട്ടില്ല. അതൊക്കെ ഇപ്പൊ നമ്മള് വലിയ കവറിലേക്ക് ആക്കി അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് മറ്റേ നമ്മുടെ അരക്കാക്കിൻ പേരുടെ ചെറിയ തൈകള്. വലിപ്പം കൂടിയതും ചെറുതും ഉണ്ടല്ലേ? ഉണ്ട്. ഇതൊക്കെ പല വിലകളാണ്. വലിപ്പം കൂടിയതിനെ ഇച്ചിരി വില കൂടും. അങ്ങനെ പെട്ടെന്ന് അത് സെറ്റ് ആകുമ്പോൾ ഒരു വർഷം പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. ഒരു വർഷം വേണ്ട 6 മാസം നമുക്ക് പേരൊക്കെ നല്ല സൂപ്പറായിട്ട്. ഇതൊക്കെ ഒരു ഓർണമെന്റ്. പിന്നെ നമ്മുടെ ഇപ്പൊ അവിടെ ലോറി കിടപ്പുണ്ടല്ലോ, അത് സാധനം അതിപ്പോ നമുക്ക് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക വേറെ സ്ഥലത്തോട്ടെ. ഔട്ട്ലെറ്റ് കൊണ്ടുപോകണം, അങ്ങനെ കൊടുത്താൽ അതൊക്കെ വേറെ കസ്റ്റമർ ഉണ്ടോന്ന്. ഇവിടെ നല്ല ചൂടുവാ അല്ലേ? ഭയങ്കര ചൂടായിരുന്നു.